ഹലോ ഹായ് ഒരുപാട് എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അറിയാമായിരിക്കും നമ്മുടെ SSC ജിയിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേർക്കുണ്ടായ സംശയങ്ങളാണ് അല്ലെ. ജിഡിക്ക് വേണ്ടി എഴുതുന്നവര് സ്ഥിരമായിട്ട് എഴുതുന്ന ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാൽ പോലും സംശയങ്ങൾ കോമൺ ആണ് ജിഡിയിൽ. അതായത് മറ്റുള്ള പോസ്റ്റുകളുടെ കൂട്ടല്ല, പ്രധാനമായിട്ടും ഒരു യൂണിഫോംഡ് പോസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരുപാട് വേക്കൻസിയുള്ള പോസ്റ്റ് ആണ്. അതുപോലെ ക്വാളിഫിക്കേഷനെ കുറിച്ചും ഏജ് ലിമിറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ സാലറി, അതേപോലെ തന്നെ എങ്ങനെയാണ് റാങ്ക് സ്ട്രക്ചർ, അതൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളതാണ് അല്ലെ. നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മുടെ അസാം റൈഫിൾസിന്റെ ഒരു പാസിംഗ് ഔട്ട് പരേഡിന്റെ ഒരു ഇമേജ് ആണത്. ഓക്കെ, ജിഡിയുടെ കൂടെ തന്നെ വിളിക്കുന്നതാണ് അസാം റൈഫിൾസ് അല്ലെ. അപ്പൊ നോക്കിയേ, നമ്മുടെ ജിഡിക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് 1/12/2025 മുതൽ 3/12/2025 തീയതികളിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അല്ലെ. അതുപോലെ അവസാന തീയതിയായിട്ട് നൽകിയിട്ടുള്ളത് 31/12/2025 ആണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2026 ആണ്. അതായത് അടുത്ത വർഷം ജനുവരി 1 മുമ്പായിട്ട് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുള്ളതാണ്. അതൊരു തീയതി കണ്ടുണ്ട്. എക്സാമിനേഷൻ തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫെബ്രുവരി അല്ലെങ്കിൽ ഏപ്രിലിനും ഇടയിൽ. ഓക്കെ, നമുക്കൊരു മാർച്ചിലേക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പൊ അതിനിടയിൽ എന്ത് പറ്റും, ഒരു എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നവര് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. എക്സാമിനേഷൻ ഈ പറയുന്ന ഒന്നെങ്കിൽ മാർച്ചിലോ ഫെബ്രുവരി, ആ ഒരു മാസത്തില്, ഏപ്രിൽ വരെ പോകാൻ സാധ്യതയില്ല. ഇടയ്ക്ക് വെച്ചാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറയുന്ന ഫെബ്രുവരി മാർച്ച് സമയത്ത് തന്നെ ആയിരുന്നു എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വർഷവും ഈ പറയുന്ന ചെറിയൊരു എക്സാമിനേഷനകത്ത് ചെറിയ മാറ്റമൊക്കെ വന്നതുകൊണ്ട്, തീയതികളിലൊക്കെ ചെറിയ വ്യത്യാസം വന്നതുകൊണ്ട് ഈ പറയുന്ന മാർച്ചിൽ തന്നെ എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഏറ്റവും വലിയ നമ്മുടെ മുന്നിലെ പ്രയാസം എന്ന് പറഞ്ഞാൽ, അറിയാൻ വയ്യാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ആർക്കൊക്കെ അപേക്ഷിക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു, +2 ഉണ്ടെങ്കിലേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ അല്ലെ, ഈ പറയുന്ന 12th ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ല, 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓക്കെ, the candidates must have passed the matriculation of 10th class examinations from recognized body university as on the before date cut-off date 1/1/2026. അതായത് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ, എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ 10th ആണ്, 10ാം ക്ലാസ് ആണ്. ഓക്കെ, അതേപോലെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ ഈ പറഞ്ഞ NCC ഉള്ള കുട്ടികളുണ്ടല്ലോ, അതായത് സുഹൃത്തുക്കളുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഇപ്പോൾ NCC ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായാലും NCC ഉള്ളവരായിരിക്കും. അവർ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, എക്സാമിനേഷൻസിന് ഈ പറയുന്ന ABC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബോണസ് മാർക്കുകൾ, ഇൻസെന്റീവ്സ് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 5% എക്സാമിനേഷൻ മാർക്ക് ലഭിക്കും. B ഉള്ളവർക്ക് 3%, A ഉള്ളവർക്ക് 2% മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബോണസ് ആയിട്ട് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞങ്ങൾക്കറിയാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് 5% അല്ലെങ്കിൽ 3% ഒക്കെ പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഈ റാങ്ക് ലിസ്റ്റിന് മുകളിൽ കൊണ്ടുവന്നുള്ള കാര്യം അറിയാമായിരിക്കുമല്ലോ അല്ലെ. അപ്പോൾ എത്രത്തോളം നമ്മളെ ജോലിക്ക് എന്താണ് സാധ്യത കൂട്ടുന്നതാണ് ഈ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കൈവച്ചാൽ മാത്രം പോരാ, അപേക്ഷ അയക്കുന്ന സമയങ്ങളിൽ അത് മെൻഷൻ ചെയ്യുക കൂടി വേണം. സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. കുറെ പേരുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷെ അപേക്ഷ അയക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറയില്ല അല്ലെ, അപേക്ഷ അയക്കില്ല അല്ലെ. എന്നിട്ട് ഫിസിക്കലൊക്കെ സമയങ്ങളിൽ പറയും, സാറേ എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് എന്തെങ്കിലും ബോണസ് മാർക്ക് ലഭിക്കും എന്നുള്ള ചോദിക്കും. അങ്ങനെ ലഭിക്കില്ല. അപേക്ഷ അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, എന്നിരുന്നാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സർട്ടിഫിക്കറ്റ് ഉള്ള ഗുണം എന്ത് ചെയ്യുള്ളൂ, ലഭിക്കുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ അറിയേണ്ട മറ്റൊന്നായിരുന്നു സാലറി എന്ന് പറയുന്നത് അല്ലെ. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഒരുപാട് കട്ട് വരുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, അതായത് ഈ പറയുന്ന നമ്മുടെ കുറെ പെൻഷനും മറ്റു സംവിധാനം കുറെ എന്തെങ്കിലും കട്ട് ചെയ്തതിനു ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാലറി നമ്മുടെ കൈ കിട്ടുന്നത് അല്ലെ. ഡിഡക്ഷൻ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഡിഡക്ഷനൊക്കെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് 2369 പൈസ രൂപ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് പോകും. അതിനുശേഷം ഏകദേശം 23,527 രൂപ എന്ത് ചെയ്യും, നമുക്ക് ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, കയറുന്ന സമയത്ത് ബേസിക് പേ ആണ് പറയുന്നത്. ഓക്കെ, ജോലി കയറുന്ന സമയത്താണ്. ട്രാൻസ്പോർട്ട് അലവൻസ്, ഹൗസിംഗ് റെന്റിംഗ് അലവൻസ്, ഡിറൻസ് അലവൻസ്, ടോട്ടൽ ഏർണിംഗ്സ് എന്ന് പറയുന്നത് ഏകദേശം 25,896 രൂപ അവിടെ ലഭിക്കും. അതും ചെറിയ പിടുത്തമൊക്കെ ആയിട്ട് 23,000 രൂപയ്ക്ക് എന്ത് ചെയ്യും, എന്തായാലും കൈ കിട്ടും. ഓക്കെ, 23,000 രൂപ എന്തായാലും എന്ത് ചെയ്യും, കയ്യിൽ കിട്ടുന്നതാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ നിങ്ങൾ നിൽക്കുന്ന പ്രദേശം, അതായത് നിങ്ങൾ ഇപ്പം കശ്മീരോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നബാധിത പ്രദേശങ്ങൾ, നക്സൽ വിഷയങ്ങളുള്ള പ്രദേശങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രദേശം ഇച്ചിരി വിഷയമുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു അലവൻസ് കൂടി ഇതിന് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ്. ഓക്കെ, അതിൽ സ്പെഷ്യൽ ഫോഴ്സസിലൊക്കെ ഉണ്ടെങ്കിൽ, സ്പെഷ്യൽ ഫോഴ്സ് ഉദ്ദേശിക്കുന്നത് SPG, NSG പോലുള്ള സ്പെഷ്യൽ ഫോഴ്സുകളൊക്കെ ഉണ്ട്, അതിൻ്റെയും ശമ്പളം ഇതിന് കൂട്ടത്തിന് കൂട്ടാം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ റാങ്ക് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് അല്ലെ.
ഇങ്ങനെ എങ്ങനെയാണ് ഇതിപ്പോൾ പോലീസിന്റെ കൂട്ടാണോ ആർമിയുടെ കൂട്ടാണോ റാങ്ക് സ്ട്രക്ചർ വരുന്നതാണ്. എനിക്ക് 2 റാങ്ക് സ്ട്രക്ചർ അവിടെ കാണാം. അതായത് ഒന്ന് ആസാം റൈഫിളിന്റെ മറ്റൊന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആണ്. ഈ പറയുന്ന CISF, BSF അല്ലെ, BSF, ITBP, CRPF, ഓക്കെ, ഇവർക്കെല്ലാം സശസ്ത്ര സീമാ ബല്ല്, ഇവർക്കെല്ലാം ഏകദേശം ഈ പറയുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഏകദേശം ഒരു റാങ്ക് സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതായത് ആദ്യമേ നിങ്ങൾ ഒരു പോലീസുകാരനായിട്ടോ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനായിട്ടോ ആരും ആദ്യം കയറുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ ലാൻസ് നായിക് ആവാം, അതായത് ഒറ്റ വര, പിന്നെ നായിക്കാവും 2 വര, പിന്നെ ഹവിൽദാർ 2 രീതി വിളിക്കാറുണ്ട്. ഹവിൽദാർ എന്ന് വിളിക്കും, സർജന്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ എന്ന് വിളിക്കാറുണ്ട്. പൊതുവെ ഹെഡ് കോൺസ്റ്റബിൾ എന്നാണ് ഇതിന് പറയാറുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടാണ് ഇത് 3 വരെയുള്ള ഒന്ന് സർജന്റ് അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഹവിൽദാർ. ഇത് 3 ഒന്നാണ്. ഓക്കെ, അതിനുശേഷം ഒറ്റ സ്റ്റാർ ഉള്ള എന്താണ് ASI അല്ലെ, ASI ആവും. പിന്നെ 2 സ്റ്റാറുള്ള ഇൻസ്പെക്ടർ ആവും, സബ് ഇൻസ്പെക്ടർ ആവും. അതിനുശേഷം ഇൻസ്പെക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എന്നൊക്കെ അറിയിക്കാറില്ലേ, ഈ പറയുന്ന രീതിയിൽ അത് നമ്മുടെ സിവിൽ പോലീസിലാണ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അല്ലാതെ ആവുമ്പോൾ എന്താണ് ഇൻസ്പെക്ടർ ആവുകയാണ് ചെയ്യുന്നത്, ഇൻസ്പെക്ടർ, അതായത് 3 സ്റ്റാറുള്ള ഓഫീസർ. അതിനുശേഷം ഈ പറയുന്ന സുബേദാർ മേജർ എന്ന് പറയും, അതായത് അസിസ്റ്റന്റ് കമാൻഡന്റിന് തൊട്ട് താഴെയുള്ള റാങ്കാണ് ഈ പറയുന്ന സുബേദാർ മേജർ എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ വേറെ എക്സാം ഉണ്ട് കേട്ടോ. അതിന് പറയുന്ന CAPF AC എന്ന് പറയും, പറയുന്ന സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സുകളിലേക്കുള്ള അസിസ്റ്റന്റ് കമാൻഡന്റിന് വേറെ എക്സാമിനേഷൻ ഡിഗ്രി വേണം. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന സുബേദാർ മേജർ വരെ ആകാം. അല്ലെങ്കിൽ അതല്ല നിങ്ങൾക്ക് HD കൂടെ ഒക്കെ നിൽക്കുവാണെങ്കിൽ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, നിങ്ങൾ സർവീസ് വരെയൊക്കെ ഇരിക്കും അത്. മറ്റേന്ന് പറഞ്ഞാൽ ആസാം റൈഫിൾസ് ആണ്. ആസാം റൈഫിൾസ് ഈ പറയുന്ന ഷെപ്പോയി അല്ലെങ്കിൽ പറയുന്ന അവിടെ പ്രധാനമായിട്ട് ആർമിയുടെ ഒരു റാങ്ക് സ്ട്രക്ചർ ആണ് ആസാം റൈഫിൾസിൽ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് ഷെപ്പോയി ആയിട്ടാണ്, അത് ഇൻസിഗ്നി ഒന്നും ഇല്ല. അതിനുശേഷം ഈ പറയുന്ന ലാൻസ് നായിക്, ഹവിൽദാർ, നായിക് സുബേദാർ മേജർ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ കൂടി പോകുന്നതാണ്. ഓക്കെ, ഇതേ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതേപോലെ 18 മുതൽ 23 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത്, ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ അപേക്ഷിക്കാനുള്ള പ്രായം എന്ന് പറയും. 18 വയസ്സിന് 23 വയസ്സിനിടയിലുള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത് അപേക്ഷിക്കാനുള്ള പ്രായം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ SC ST OBC വിഭാഗത്തിൽ പെടുന്നവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സേഷൻ വഴി ഈ പറയുന്ന OBCക്കാണ് 25 26 വയസ്സ് വരെയൊക്കെ എന്തും പറ്റി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു അവസരവും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. കാരണം ബാക്കിയുള്ള എക്സാമിനേഷൻസിന്റെ കൂട്ട് അത്ര ടഫ് അല്ല GDയുടെ എക്സാമിനേഷൻ. ഓക്കെ, അതായത് CHSLന്റെ കൂട്ടോ, നമ്മുടെ CHSLന്റെ കൂട്ടോ, CGLന്റെ കൂട്ടോ, MDSന്റെ കൂട്ടോ അത്ര വലിയ പാടൊന്നും എന്തിനില്ല ഈ പറയുന്ന GDയുടെ എക്സാമിനേഷന് വരില്ല എന്നുള്ളതാണ്. ഓക്കെ, അല്ല കോമൺ ആയിട്ട് ഇപ്പൊ SSC നടത്തുന്നതുകൊണ്ടുള്ള ഒരു ചെറിയൊരു എന്താണ് ടഫ്നെസ് നമുക്ക് തോന്നിയേക്കാന്നുള്ളതല്ലാതെ ഈ CHSLനോ CGLനോ MTSനോ ഒക്കെ നമ്മൾ കാണുന്ന പോലുള്ള ആ ടഫ്നെസ് ഇതിന് വരില്ല. അതേപോലെ തന്നെ ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ 24 മിനിറ്റിൽ ഓടിക്കയറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫീമെയിലിന് അത് 1.600 അതായത് 1 മൈലൊക്കെ എന്താണ് ആയിട്ട് കുറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ അത്യാവശ്യം ഈ പറയുന്ന നല്ല ഫിസിക്കലും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ പറഞ്ഞ പട്ടാളത്തിലൊക്കെ പോകാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ഇപ്പോഴേ നിങ്ങളെ തയ്യാറെടുപ്പോടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഒരുപാട് വേക്കൻസി ഇപ്പൊ തന്നെ 10-25,000-ത്തിലധികം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് കൂടാം. ഓക്കെ, 10-30,000-ത്തിലധികം എന്ത് ചെയ്യുന്നുണ്ട് വേക്കൻസി കൂടാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന SSRയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്ന ഒന്നാണ് ഈ പറയുന്ന GD എന്ന് പറയുന്നത്. ഒരുപാട് യുവാക്കൾക്ക് ജോലി കൊടുക്കുന്ന ആണ് CAPF. ഓക്കെ, പട്ടാളക്കാരനായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ സേവനം അനുഷ്ഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നാട്ടിൽ തിരിച്ചെത്താൻ വേണ്ടി സാധിക്കും. ഒരുപാട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബാണ്. ഓക്കെ അല്ലേ, നമ്മുടെ നാടിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയും കൂടിയാണ് ഈ പറയുന്ന CAPF, ഈ SSC GD എന്ന് പറയുന്നത്, ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നവർ കാണും, അല്ലെങ്കിൽ തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച കേന്ദ്ര ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് SSC GDക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ASLB അക്കാഡമി നമ്മുടെ ഇപ്പോൾ SSC GDക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഈ പറയുന്ന ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ കൂടാതെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, എന്ത് പഠിച്ചോ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ എഴുതി തറവായിട്ട് എന്ത് നമുക്ക്. ഓക്കെ, അതേപോലെ തന്നെ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെഷനുകൾ, മെന്റർഷിപ്പ് സപ്പോർട്ട് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മോട്ടിവേഷൻ സെക്ഷൻസും കമ്പൈൻ സ്റ്റഡിക്കുള്ള എന്ത് ചെയ്യുന്നുണ്ട് പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ടാവും, ഒരു കാര്യത്തിലും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. എക്സാമിനേഷൻ നമ്മൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എക്സാമിനേഷൻ നമ്മൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്യുന്നത് പക്കയാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാതെ ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റു. ഓക്കെ, നമ്മൾ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും, നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ആ ഒരു മോട്ടിവേഷനോട് കൂടി, നിങ്ങൾ ആ ഫയറോട് കൂടി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത്. ഓക്കെ,
കാരണം നമ്മുടെ ഉള്ളിൽ ഒരു യൂണിഫോമിനോടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ തന്നെ നടത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ നല്ല രീതിയിൽ എഫോർട്ട് ഇടുക, നല്ല രീതിയിൽ പഠിക്കുക. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതേപോലെ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ നിങ്ങൾ സംശയങ്ങൾ മറ്റെന്ത് ചെയ്യാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉത്തരം എന്ത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, തെറ്റാണല്ലോ. അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്കും താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു സംവിധാനം കൂടിയാണിത്. നല്ല രീതിയിൽ പഠിക്കുക. അത്യാവശ്യം വേണ്ട എല്ലാ നമ്മളതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10 ആണ്. ഒന്നുകൂടെ പറയുകയാണ്, 18 മുതൽ 23 വയസ്സിന് പ്രായം. SC ST OBC വിഭാഗക്കാർക്ക് റിലാക്സേഷൻ ഉണ്ട്. NCC ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ആഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നല്ല റാങ്ക് സ്ട്രക്ചർ ആണ് ഉള്ളത്. നല്ല സാലറി ലഭിക്കുന്നുണ്ട്. കയറുമ്പോൾ തന്നെ 10-20 ലഭിക്കാന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. ഓക്കെ, തെറ്റല്ലേ? ഇവിടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, സ്റ്റേ മോട്ടിവേറ്റഡ്. ഓക്കെ, താങ്ക് യു.